വജ്ര രചന ഹിമ നവീൻ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ, നിർമ്മാണം PNR ക്രിയേഷൻസ്. തങ്ങളെ കീഴ്പ്പെടുത്താൻ ഓടിയടുത്തവന്മാരെ ആ വിധം പ്രണവും താനും കൂടി എതിരിട്ടു. അപ്പോഴൊരടി പോലും അനങ്ങാതെ കൈകെട്ടിന്ന് ചിരിക്കുകയാണ് അയാൾ. നോക്കിലും ചിരിയിലും വേട്ടക്കാരന്റെ ലഹരി നിറഞ്ഞ ഭാവം. വജ്രയെ അടിക്കാൻ ചെന്നവന്റെ കൈ പിടിച്ചോടിക്കുന്ന ആ സമയത്ത് അതുവരെ പൊരുതിന്നവർ ഒന്നടങ്കം വന്ന് കത്രിക പൂട്ടിട്ടെന്ന പോലെ തങ്ങളെ വരിഞ്ഞു കെട്ടുകയായിരുന്നു. അതിനുശേഷമാണ് കൺമുന്നിലേക്ക് വിനീത് വന്ന് വീഴുന്നത്. അറിയില്ല ഇനി ഇവിടുന്ന് ഒരു തിരിച്ചു പോക്കുണ്ടാവുമോ എന്ന്. എന്തു വന്നാലും വജ്രക്കോ പ്രണവിനോ ഒരാപത്തും സംഭവിച്ചുകൂടാ. പ്രയോഗിക്കാൻ ഇനി ശക്തിയില്ല, ബുദ്ധിയാണ് വേണ്ടതെന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എങ്ങനെ? അതാണ് സമസ്യ. വിനീതിനു വേണ്ടി ശബ്ദമുയർത്തി നിൽക്കുന്ന ഈ നിമിഷം ഇനി എന്ത് സംഭവിക്കാമെന്നൊരു ധാരണയുണ്ട് ഉള്ളിൽ. ലക്ഷ്യത്തിലേക്ക് അതൊരു നൂൽപാലം തെളിയിച്ച് തന്നിലേക്ക് എത്തുമെന്നൊരു പ്രതീക്ഷയുണ്ടതിൽ. എബിയുടെ ആക്രോശം കേട്ട് നിമിഷങ്ങൾക്കുള്ളിൽ അവിടെ ഒരു അട്ടഹാസം ഉയർന്നു. ഷേണായി എന്ന ബായിയുടെ പരിഹാസ ചിരി മറ്റുള്ളവരിലേക്കും വളരെയധികം സമയമെടുത്തില്ല. എന്നാൽ കിഷോറിന്റെ ചിരിയിലെ വശ്യഭാവമാണ് എബി അങ്ങേയറ്റം പ്രകോപിപ്പിച്ചത്. വജ്രയ ആഗമത്തൊഴിഞ്ഞുകൊണ്ട് തന്നിലേക്ക് എത്തുന്ന അവന്റെ നോട്ടത്തെ രാവണഭാവത്തോടെയാണ് അവൻ നേരിട്ടത്. പ്രണവിലേക്ക് നോക്കിയപ്പോൾ ആവശ്യത വെടിഞ്ഞ് കലികൊണ്ട് ഉയർത്തിയെഴുന്നേറ്റ പോലെ ശൗര്യം പൂണ്ട് ഉറ്റുനോക്കുന്നുണ്ട് കിഷോറിനെ. എബിയിൽ നിന്ന് പ്രണവിലേക്കും പ്രണവിൽ നിന്ന് എബിയിലേക്ക് ഇരുവരുടെയും കണ്ണുകൾ കലിയുടെ രൗദ്രഭാവം വഹിച്ചോടി. മുന്നിൽ ഇനി ഒരു വഴിയില്ലെന്ന് മനസ്സിലായിട്ട് നീ കാണിക്കുന്ന ഈ ശൗര്യം ഉണ്ടല്ലോടാ, അത് ആ ധൈര്യം, അതാണ് എന്നെ ത്രില്ലടിപ്പിക്കുന്നത്. കഥയിലെ നായകനാവാനുള്ള എല്ലാ ക്വാളിഫിക്കേഷൻസും എബിൻ മാത്യൂസിന് തന്നെയാണ്, അല്ലേ വിനീതേ? ചോദിച്ചുകൊണ്ട് കൈവീശി ഒറ്റടിയായിരുന്നു. പാതി ജീവനെ ഉള്ളുന്ന പോലെ അടിയേറ്റു വീണ് വിനീത്. പേടിച്ചരണ്ട വജ്രയുടെ കരച്ചിൽ കേട്ട് ഷേണായി ഒന്നുകൂടി ആർത്തി ചിരിച്ചു. എബിയുടെ കണ്ണുകൾ അരിശം കൊണ്ടൊന്നുകൂടി കലങ്ങിച്ചു വന്നിരുന്നു. പ്രണവ് കണ്ണുകൾ മുറുക്കി അടച്ച് ഈർഷ്യയുടെ മുഖം വെട്ടിച്ചു. നീയും ഇവനും കൂടി കാണിക്കുന്ന പൊറാട്ട് നാടകത്തിന്റെ ക്ലൈമാക്സ് എന്താകുന്ന ഊഹം വല്ലതും ഉണ്ടടാ നിനക്ക്? ഇല്ലെങ്കിൽ ചെവി തുറന്നു വെച്ച് നീ കേട്ടോ, എന്റെ മുതൽ എനിക്ക് തിരികെ കിട്ടണം. ഒന്നും രണ്ടുമല്ല, 20 കോടി വിലമതിക്കുന്ന പവിഴങ്ങളാണത്. നീയും ഇവനും കൂടി അതിബുദ്ധി കാണിച്ച് തട്ടിയെടുത്ത മുതലിന് നിന്റെ ഒക്കെ ജീവനേക്കാൾ വിലയുണ്ടടാ. കൈമാറിയ ഡ്രഗ്സിന് പകരം കിട്ടേണ്ടിയിരുന്ന തുകയുടെ നഷ്ടം ഇവന്റെ കിഡ്നി എടുത്ത് വിറ്റാലും എനിക്ക് മുതലാക്കാം. പക്ഷേ വിലപ്പെട്ട 17 പവിഴങ്ങൾ, അതിൻ്റെ ലാഭം ഇവന്റെയും നിന്റെയും ആ നിൽക്കുന്നവൻ്റെയൊക്കെ അവയവങ്ങളെല്ലാം എടുത്ത് വിറ്റാലും സുന്ദരിയായ നിന്റെ ഈ പെണ്ണിനെ വിറ്റാലും നികത്താൻ കഴിയില്ലടാ ബാസ്റ്റർഡ്. അതും പറഞ്ഞ് ഷേണായി വജ്രയുടെ മുഖത്തേക്ക് കൈവീശി ആഞ്ഞടിച്ചു. വജ്രയുടെ നിലവിളിക്ക് മേലെ ഗർജനം പോലെ എബിയുടെയും വജ്രയുടെയും ശബ്ദമുയർന്നു. ദേഷ്യം കൊണ്ട് അവർ വിറക്കുന്നാണ്ട് ഷേണായുടെ ചിരി വീണ്ടും ഉയർന്നു. എബിയുടെ കണ്ണിൽ കലികത്തുമ്പോൾ അതിനൊപ്പം കണ്ണുനീരും തിളങ്ങിയിരുന്നു. പ്രണവിന്റെ മുഖവും അങ്ങനെ തന്നെ. വാടിത്തളർന്ന വജ്രയെ കാണുകെ നെഞ്ചകം ചുട്ടുപൊള്ളുന്നുവെന്ന പോലെ പിടഞ്ഞു രണ്ടുപേരും. സെക്കൻഡുകൾക്കുള്ളിൽ അവിടെ കണ്ണുകൾ അടയാൻ തുടങ്ങുന്നുണ്ട്. ഇരുവരുടെയും തൊണ്ടയിലേക്ക് ഒരു ഗദ്ഗതം തികട്ടി വന്നു. ബോധം മറിഞ്ഞു തുടങ്ങിയാണ് അവിടെ. പ്രണവിന്റെ കണ്ണിൽ കനലെരിഞ്ഞു. എബി! അത്യധികം ദേഷ്യത്തോടെ ഉയർന്നു പൊങ്ങിയവന്റെ ശബ്ദം. എബിൻ കണ്ണുകൾ ഇറുക്കി അടച്ചുറന്ന് ശ്വാസം ഒന്ന് നീട്ടിയെടുത്ത് പ്രണവിലേക്ക് നോക്കി. അവൾക്കൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മുരണ്ടുകൊണ്ട് പറയുമ്പോൾ കണ്ണുകൾ ഷേണായിയുടെ മുഖത്തായിരുന്നു. ഉറക്കെയുള്ള ചിരിയാണ് മറുപടി അയാൾ നൽകിയത്. ഗൂഢമായ ചിരിയോടെ നിൽക്കുന്ന കിഷോറിലേക്ക് വിനീതിന്റെ തളർച്ച ബാധിച്ച കണ്ണുകൾ ദയനീയമായി പതിഞ്ഞു. ചതിച്ചത് നിങ്ങളാണെന്ന് എനിക്കിപ്പോൾ ബോധ്യമുണ്ട് കിഷോർ. പക്ഷെ എങ്ങനെ ഞാനത് തെളിയിക്കുന്ന എനിക്കറിയില്ല. ഡ്രഗ്സിൽ നിന്ന് നല്ലൊരു ഭാഗം കൂടെ ഉണ്ടായിരുന്നവൻ ചതിച്ച് കൈക്കലാക്കിയെന്ന് മനസ്സിലാക്കി അവന് വേണ്ടി ഓടുമ്പോൾ അറിഞ്ഞിരുന്നില്ല ഒന്നും അറിയാത്തൊരു ചെറുപ്പക്കാരൻ അവൻ്റെ പ്രിയപ്പെട്ടവരും ജീവനും ജീവിതവും നഷ്ടപ്പെട്ടിങ്ങനെ നിൽക്കുമെന്ന്. ചതിച്ചവനെ താൻ കൺമുമ്പിൽ കണ്ടതാണെന്ന്. എബിയുടെ ബൈക്കിലിരുന്ന് നോട്ടാ ചതിൻ്റെ മുഖം കണ്ടപ്പോൾ സഹായിച്ച അവനോടൊരു വാക്കുപോലും പറയാതെ ഇറങ്ങി ഓടി. കിട്ടിയില്ല അവനെ തനിക്ക്. തൻ്റെ വാടക വീടിനടുത്തുള്ള ഒരു ചേച്ചിയെ ഹോസ്പിറ്റലിനെ തൻ്റെ പെണ്ണിനരികിൽ നിർത്തിയിട്ടാണ് മറ്റു വഴിയില്ലാതെ ബായി പറഞ്ഞ ജോലിക്ക് ആ അവസാന നിമിഷം ഇറങ്ങി ഓടിയത്. കാരണം അത്രയേറെ കോംപ്ലിക്കേഷൻസാണ് അവളുടെ ഡെലിവറി എന്നും നല്ലൊരു തുക വേണ്ടി വരുമെന്ന് അറിഞ്ഞപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് മാറാൻ സഹായം ചോദിക്കാൻ ബയ്യല്ലാതെ മറ്റൊരു ഉപായം മുന്നിലില്ലായിരുന്നു. അതുവരെ ചെറിയ കൈമാറ്റ കച്ചവടത്തിലും അയാളുടെ ഗോഡൌണിലും പണിയെടുത്തിരുന്ന തന്നെ നൽകാൻ പോകുന്ന സഹായത്തിന് കൂലിയായി അയാളൊരു പണിയേൽപ്പിച്ചു. 1 മണിക്കൂറിനുള്ളിൽ പറഞ്ഞ സ്ഥലത്ത് തരുന്ന സാധനങ്ങൾ ഏൽപ്പിക്കുക. പോലീസ് തങ്ങൾക്ക് അവർക്ക് ചുറ്റും വലവിരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിരുന്ന ബയ്യ വിട്ടുകളയാൻ പറ്റാത്തൊരു ഡീല്. പോലീസുകാരുടെ കണ്ണിൽ ഇതുവരെ താൻ പെട്ടിട്ടില്ലെന്ന തെറ്റിദ്ധാരണ കൊണ്ട് തന്നെ ഏൽപ്പിക്കുമ്പോൾ ജീവനും ജീവിതവും ആപത്തിലാവുമെന്ന് അറിഞ്ഞിട്ട് സ്വീകരിക്കുകയായിരുന്നു. ഗോഡൌണിൽ പണിയെടുത്തിരുന്ന മറ്റൊരുത്തും കൂടി ഉണ്ടായിരുന്നു തനിക്കൊപ്പം. മറ്റൊരു ദിശയിലേക്ക് പോകാനായിരുന്നു അവളുടെ നിർദ്ദേശം.
പോലീസുകാരുടെ കണ്ണുവെട്ടിക്കാൻ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാൻ മാത്രമായിട്ട് ഇറക്കിയതാണ് അവരെ. ഒരു ചാവേറ് പോലെ. അവനത് മനസ്സിലാക്കി രക്ഷപ്പെടും മുമ്പേ തന്ത്രപരമായി ബായി തന്നെ ഏൽപ്പിച്ചൊരു ബാഗിൽ നിന്നും അവന് കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റുന്ന അത്രയും മരുന്ന് കൈക്കലാക്കിയിരുന്നു. പാതി വഴിയിലെത്തിയ നേരത്തുണ്ടായ ആ സംഭവത്തിൽ പകച്ചുകൊണ്ട് ഓടുമ്പോഴാണ് ആക്സിഡന്റ് സംഭവിക്കുന്നു. എബിയെ കാണുന്നു. ഡ്രഗ്സ് കാത്തുന്നവർക്ക് മുമ്പിൽ എത്തുമ്പോഴേക്കും അവനെ കണ്ടുപിടിച്ച് അവനെ കൊന്നിട്ടായാലും അവൻ കൈക്കലാക്കിയെ തിരിച്ചു വായിക്കണമെന്ന് തീരുമാനിച്ചിരുന്നു. പക്ഷെ ആ ചതിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഭയന്ന് വിറച്ചു. കാരണം ഏൽപ്പിച്ച പണി കൃത്യമായി ചെയ്തില്ലെങ്കിൽ ഭയ ആദ്യം വില പറയും തന്റെ പെണ്ണിന്റെ ജീവനായിരിക്കും. എന്ത് ചെയ്യുമെന്ന് ഓർത്ത് നിൽക്കാൻ പോലും നേരമില്ലായിരുന്നു. ഹോസ്പിറ്റലിൽ ജീവനോട് മല്ലടിക്കാൻ തന്റെ പെണ്ണിനെയും കുഞ്ഞിനെയും ആദ്യം രക്ഷിക്കണമെന്ന് മാത്രമേ മനസ്സിലുള്ളൂ. കയ്യിലുണ്ടായിരുന്ന ബാക്കി ഡ്രഗ്സ് തനിക്ക് പരിചയമുള്ള മറ്റൊരു ഡീലിന് മറിച്ചു വിൽക്കുമ്പോൾ ഉടൽ വിറച്ചിരുന്നു. ആ കാശ് തന്റെ ജീവനെടുക്കുമെന്ന് അറിയുന്നതുകൊണ്ട് മാത്രമല്ല, ഡ്രഗ്സിന് പുറമെ പയ്യെ ഏൽപ്പിച്ച പട്ടിന്റെ ചുവന്ന തുണിയുള്ള ചെറിയ കിഴി രണ്ടാമത്തെ ചെറിയ ബാഗിൽ കാണുന്നില്ലെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുകൂടിയാണ്. ചതി. ആരാണ് ചതിച്ച്? കൂടെ വന്നവനല്ല. കാരണം അവനെടുത്ത ഡ്രഗ്സ് അടങ്ങിയ ബാഗ് മറ്റൊന്നാണ്. ധൃതിയിൽ പൊട്ടിച്ചെടുത്ത് കയ്യിൽ കിട്ടിയെടുത്ത് പറഞ്ഞ അവനറിയില്ല ഇങ്ങനെ ഒന്നുകൂടി ബയ്യ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന്. മറ്റാര്? ഒരു നിമിഷം തലച്ചോറിലൂടെ പുറപ്പെടുമ്പോഴുള്ള നിമിഷങ്ങൾ ഓർത്തു. അതെ, കിഷോർ. ബയ്യ തന്നെ ഏൽപ്പിച്ച ബാഗ് കയറ്റി അടക്കും മുമ്പേ അവനൊരു തവണ കൂടി പരിശോധിച്ച് ഉറപ്പുവരുത്തി വേണ്ട നിർദ്ദേശങ്ങളും താക്കീതുകളും നൽകിയ നിമിഷത്തിൽ എപ്പോഴോ തനിക്കൊരു കോൾ വന്നിരുന്നു. ഹോസ്പിറ്റലിൽ നിന്നാണെന്ന് വ്യാജേന അവ്യക്തമായതെന്തോ കേട്ട് അങ്ങേയറ്റത്തെ ടെൻഷനിൽ നിൽക്കുമ്പോൾ പാതി പറഞ്ഞ് കട്ടായി. ചിന്തിച്ചു നിൽക്കാൻ സമയമില്ലായിരുന്നു. കണ്ണീരോടെ കുതിച്ചു പാഞ്ഞ് ബയ്യ പറഞ്ഞ സ്ഥലത്തേക്ക്. അവിടെ ആ നിമിഷം കിഷോർ അവന്റെ പദ്ധതി നടപ്പിലാക്കിയിരുന്നു എന്ന തിരിച്ചറിവ് തനിക്കുണ്ടായി. ആരും അറിയാതെ ഹോസ്പിറ്റലിലെത്തി ഡെലിവറിക്കുള്ള പണമടച്ച് ആളുടെ നെറ്റിൽ കണ്ണീരോടെ ഒരു ഉമ്മ നൽകി ലേബർ റൂമിലേക്ക് പറഞ്ഞേക്കുമ്പോൾ ഏതു നിമിഷവും തന്റെ ജീവൻ പോകുമെന്ന ഭയം കൊണ്ട് ഉള്ള ആർത്ത് കരയുന്നുണ്ടായിരുന്നു. തന്റെ കൺമണിയെ കണ്ട് സന്തോഷം കൊണ്ട് നിലവിളിച്ച് കരഞ്ഞു. കൂടെ ഉണ്ടായിരുന്ന ആ ചേച്ചിയെ ആളെ നോക്കാൻ ഏൽപ്പിച്ച് നിറകണ്ണുകളോടെ വേഗം തിരികെ എത്താമെന്നും പറഞ്ഞു ഓടുമ്പോൾ തന്നെ ചതിച്ചവരെ ബയ്യക്കുമ്പിലെത്തിച്ച് ആ കാൽ വീണ് മാപ്പിരുന്ന് ജീവന് വേണ്ടി യാചിക്കണമെന്നായിരുന്നു മനസ്സിൽ. പക്ഷേ സംഭവിച്ചതോ? തന്നെ ചതിച്ചവന്റെ ചത്തുമലച്ച ശരീരം കൺമുമ്പിലേക്ക് വന്ന് വീണു. കിഷോറും ഗുണ്ടകളും മുന്നിൽ വന്നിരുന്നപ്പോൾ അവസാന പരിശ്രമം എന്നോണം പിടികൊടുക്കാതെ ഓടി മറഞ്ഞു താൻ. എത്ര ഓടിയെന്നോ എങ്ങനെ ഓടിയെന്നോ അറിയില്ല. അപ്പോഴേക്ക് എബിയുടെ അറസ്റ്റ് നടന്നു. നാടാകെ ഇളകി മറിഞ്ഞു കാതിലെത്തി. ഒപ്പം തനിക്ക് പിറകിൽ കിഷോറും ഗുണ്ടകളും ഉണ്ടെന്നും അവരവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് തന്നെ ഓടിപ്പിക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞ് കരിക്കാട്ട് കാട്ടിലേക്ക് എത്തും മുമ്പേ കണ്ണീരോടെയാണ് എബിയെ വിളിച്ചത്. ഒന്നും അറിയാത്ത ആ ചെറുപ്പക്കാരനെ രക്ഷിക്കണമെന്ന് തീരുമാനമെടുത്തിരുന്നു. ഭാഗ്യമുള്ളിൽ തന്നെ തിരഞ്ഞ് പോലീസ് വരുമെന്ന് പ്രതീക്ഷിച്ചു. എന്നിട്ടോ അവൻ കണ്ണിൽ ഇറുക്കി അടച്ചു തുറന്ന് കരച്ചിലടക്കി പിടിച്ച കിഷോറിനെ നോക്കി. അതേടാ, ഞാൻ തന്നെയാണ് ചതിച്ചെന്ന് പരിഹാസത്തോടെ മൗനമായി പറയുകയായിരുന്നു അവന്റെ കണ്ണുകളപ്പോൾ. ഒന്ന് ശ്വാസം ആഞ്ഞെടുത്തുകൊണ്ട് ബയ്യയുടെ മുഖത്തേക്ക് വിനീത് നോക്കി. അയാൾ വന്യമായ ചിരിയോടെ എബിക്കരിയിലേക്ക് നടന്നെടുക്കുകയാണ്. കലി നിറഞ്ഞാടുന്നുണ്ട് എബിയുടെ കണ്ണുകളിലും. വിനീതിന്റെ ഉള്ളു വരച്ചു. അവന്റെ ജീവനു വേണ്ടി ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. ബായ് ഒരു മൃഗമാണ്, തനിക്കറിയാമത്. ബായ് അവരെ ഒന്നും ചെയ്യില്ല ബായ്. ഞാൻ പറഞ്ഞൊക്കെ സത്യ. എബി ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ എനിക്കൊരു ലിഫ്റ്റ് ഒന്നല്ലാതെ യാതൊരു ബന്ധവും ഞങ്ങൾ തമ്മിലില്ല. കൂടെ വന്നവൻ ചതിച്ചപ്പോ ബാക്കി ഡ്രഗ്സ് മറിച്ചു വിറ്റ് ജീവന തുല്യം സ്നേഹിക്കുന്ന എന്റെ പെണ്ണിന്റെയും കുഞ്ഞിന്റെയും ജീവൻ തുലാസിൽ ആടിയപ്പോഴാ നിവൃത്തിയില്ലാതെയാ ഞാൻ ചെയ്തു പോയത്. ചതിക്കാനായിരുന്നില്ല. പക്ഷെ ആ പവിഴങ്ങൾ അതെടുത്ത് ഞാനല്ല, ചതിച്ചതും മറ്റൊരാളാ. എനിക്ക് മനസ്സിലായത് ഈ നിൽക്കുന്ന കിഷോർ തന്നെയാണ്. ബയ്യ പറഞ്ഞു തരും മുമ്പ് കിഷോറിന്റെ അടിയേറ്റ് തളർന്നു വീണ് വിനീത്. എല്ലാം ചെയ്തു വെച്ചിട്ട് ഇപ്പൊ എന്റെ തലയിൽ ചാർത്തി വെക്കുന്നോടാ. ബായി തന്ന ജീവിതമാണ്, അത് മറന്നു കളിക്കാൻ നിന്നെ പോലൊരു നെറികെട്ടവനല്ല ഞാൻ. ഷേണായിക്ക് കിഷോറിന് അത്രമേൽ വിശ്വാസമാണെന്ന് കൂടെയുള്ള ഓരോരുത്തർക്ക് പോലും അറിയാം. ആ ധൈര്യം വല്ലാതെ ഉണ്ടായിരുന്നു അവന്. വിനീതിനോ നോക്കുകൂടി ചെയ്യാതെ എബിക്കരിയിലേക്ക് നീങ്ങിയായിരുന്നു ഷേണായി. അപ്പോഴും തനിക്ക് ചുറ്റും വരിഞ്ഞു കെട്ടിക്കെട്ട് തന്റെ കണ്ണിലേക്ക് നോക്കി പരിഹാസത്തോടെ അഴിച്ചെടുക്കുന്ന അയാളെ കണ്ട് ഉള്ളിൽ ഗൂഢമായി ചിരിച്ച് എബി തലചരിച്ചൊന്ന് പ്രണവിനെ നോക്കി. അവന്റെ ചുണ്ടിൽ തെളിഞ്ഞ വീര്യം കൂടിയ മറിച്ചിരി എബിക്ക് മാത്രം കാണാനുള്ളതായിരുന്നു. സ്വതന്ത്രനായ എബി ശരീരത്തിൽ അനുഭവപ്പെടുന്ന വേദന കാര്യമാക്കാതെ ഉള്ളിൽ തോന്നുന്ന ചെറിയ ഭയം പുറത്തു കാണിക്കാതെ ഷേണായിക്ക് മുമ്പിൽ നിവർന്നിരുന്ന അയാളുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു. ഞാൻ വരും മുമ്പല്ലേ ഇവര് നിന്നെ പിടിച്ചു കൂട്ടിയത്. നിന്റെ മുമ്പിൽ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. നിന്റെ 2 ഇരട്ടി പ്രായമുണ്ട് എനിക്ക്. നമുക്ക് തമ്മിലൊന്ന് മുട്ടാം. നോക്കട്ടെ, നായകൻ ഈ വില്ലന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാനുള്ള പവറെങ്കിലും. അത് പറഞ്ഞു മുമ്പ് എബിയുടെ ഇടങ്കാല അയാളുടെ നാപ്പിൽ ആഞ്ഞു പതിക്കുകയും പുറകിലേക്ക് അയാൾ മറിഞ്ഞു വീഴുകയും ചെയ്ത നിമിഷത്തിൽ അയാളുടെ അരയിൽ നിന്ന് പിസ്റ്റൾ എബി കൈക്കലാക്കിയിരുന്നു. ചുറ്റും നിന്ന് അനുയായികളും കിഷോർ ഓടിയെടുക്കും മുമ്പേ ആൾക്ക് നേരെ തോക്കിക്കൊണ്ട് തടഞ്ഞു നിർത്തി പുറകിലേക്ക് ചുവടുവെച്ച് പ്രണവിനരികിലെത്തി. അപ്പോഴും ഷേണായി ചിരിക്കുകയാണ്. സാവധാനം ദേഹത്ത് പൊടിയൊക്കെ തട്ടിമാറ്റി എഴുന്നേൽക്കുന്ന അയാളെ നോക്കി പ്രണവിനെ കെട്ടിയിരിക്കുന്ന കെട്ടിലേക്ക് എബി നിറയൊഴിച്ചു. നിമിഷാർത്ഥത്തിലും ബാക്കി കെട്ടഴിച്ച് പ്രണവ് എബിക്കൊപ്പം നിൽക്കുമ്പോഴും ഷേണായിയുടെ മുഖത്ത് ചിരിയാണ്.
എബിക്കും പ്രണവിനും ഭയം തോന്നാതിരുന്നില്ല. മുഖത്ത് അത് പ്രകടമാവാതിരിക്കാൻ അവർ നന്നേ പരിശ്രമിച്ചു. കണ്ണു ചിമ്മി തുറക്കുന്ന വ്യത്യാസത്തിൽ തലഭാഗത്തേക്കുള്ള ഷേണായിയുടെ ചവിട്ടേറ്റ് എബി തെറിച്ചു വീണു. അയാൾ ഒരു തികഞ്ഞ അഭ്യാസിയെ പോലെയാണ് നിന്നിരുന്നത്. പ്രണവ് ഞെട്ടിയിരുന്നു എന്നാണ് സത്യം. വീണെടുത്തുനിന്ന് ശൗര്യത്തോടെ എഴുന്നേൽക്കുമ്പോഴേക്കും പ്രണവിന്റെ മുടിയിൽ കൂട്ടിപ്പിടിച്ചിരുന്നു ഷേണായി. വജ്രയുടെ അരികിലേക്ക് വലിച്ചഴിച്ചാണ് പ്രണവിനെ അയാൾ കൊണ്ടുപോയത്. എബി ഓടി വരും മുമ്പേ കാലുയർത്തി ഒന്നുകൂടി ചവിട്ടി ഷേണായി. മലർന്നടിച്ച് വീണിരുന്നവൻ കൈയുള്ള പിസ്റ്റൾ തെറിച്ചു വീണു. നിന്റെയൊക്കെ കൺമുമ്പിലിട്ട് ഞാൻ ഇവിടെ അങ്ങ് സ്നേഹിക്കാൻ പോവാ. എനിക്ക് നഷ്ടപ്പെട്ട മുതൽ എവിടെ എങ്ങനെയെന്ന് നിന്റെയൊക്കെ നാവിൽ നിന്ന് വരും വരെ അവളെ കൊല്ലാതെ കൊല്ലും ഞാൻ. പ്രണവിനെ പിടിച്ച് വലിച്ച് മരത്തിലേക്ക് മുഖമുരച്ച് തള്ളിയിട്ട് വജ്രയെ കെട്ടിയിട്ട് ഷൂസിന് മുകളിൽ കരുതിയ പേന കത്തിക്കൊണ്ട് നിമിഷ നേരം കൊണ്ട് അയാൾ മുറിച്ചു മാറ്റി. കൈകളിലേക്ക് കുഴഞ്ഞു വീണ വജ്രയുടെ ചുണ്ടുകളിലേക്ക് എബിയുടെ മുഖത്തേക്ക് നോക്കി മുഖമടുപ്പിക്കുന്ന ഷേണായിയെ കണ്ട് എബിക്ക് മുമ്പേ വീണിടുന്ന പ്രണവ് അലറിക്കൊണ്ട് ഓടിയെടുത്ത് സർവ്വശക്തിയും എടുത്ത് ചവിട്ടി. ഷേണായും വജ്രയും ഒരുപോലെ നിലത്തേക്ക് വീണു. കിഷോറും മറ്റുള്ളവരും ഓടി വരും മുമ്പേ ഷേണായി എഴുന്നേൽക്കുമ്പോഴേക്കും എബി ഓടിച്ചെന്ന് വജ്രയെ വലിച്ചു പൊക്കി കുറച്ചപ്പുറത്തേക്കുള്ള പൊന്തയിലേക്ക് പിടിച്ചു തള്ളി. അവൾ ആ നിലത്തേക്ക് വീഴുമ്പോൾ എബിയുടെ കണ്ണിൽ നിന്നൊഴുകിയത് ഹൃദയരക്തമായിരുന്നു. നിലത്തേക്ക് ചാഞ്ഞ അവിടെ നെറ്റി ഉരഞ്ഞു പൊട്ടി ചോരയിലിക്കുന്ന കണ്ട് കണ്ണിറുക്കി അടക്കുമ്പോൾ നെഞ്ചു പൊട്ടുന്നുണ്ടായിരുന്നു. സോറി വജ്ര, നീ ഉണരുമ്പോൾ എൻ്റെ ജീവൻ ബാക്കിയുണ്ടാവുമെന്നറിയില്ല. പക്ഷെ അവരിൽ ഒരുത്തം പോലും തൊടില്ല നിന്നെ. എൻ്റെ ജീവൻ പോകും മുന്നേ കൊന്നിരിക്കും ഞാൻ എല്ലാത്തിനെയും. പ്രണവിനരികിലേക്ക് തിരിഞ്ഞോടുമ്പോൾ മൗനമായി അലറുകയായിരുന്നവൻ. ആ യുദ്ധക്കളത്തിലേക്ക് തിരികെ എത്തുമ്പോൾ പ്രണവിനെ തള്ളി ചതക്കുന്ന ഷേണായി കണ്ട് മഹാദേവന്റെ ജടയിൽ നിന്നും പിറവിയെടുത്ത വീരഭദ്രനെ പോലെ എബിന്റെ കലി കത്തിച്ചൊലിച്ചു. തനിക്ക് വേണ്ടി ഓടിയെത്തുന്ന കിഷോറിനെയും കൂട്ടരെയും കണ്ട് എബിയുടെ കണ്ണുകൾ ചുറ്റും പരതി. ഡു ഓർ ഡൈ, അത്രയേ ഉള്ളൂ ഇനി തനിക്ക് മുമ്പിൽ. വീണിടക്കുന്ന മരത്തിന്റെ കൊമ്പേതോ കണ്ണിൽ തടഞ്ഞു. മറ്റൊന്നും ഓർക്കാതെ ആഞ്ഞു വീശിയപ്പോൾ കിഷോർ അടക്കം മുന്നിൽ നിന്നിരുന്ന 4 മുഖത്തുനിന്ന് ചോര ചീറ്റി തെറിച്ചു. അവർ എഴുന്നേൽക്കും മുമ്പേ പ്രണവിനരികിലേക്ക് ഓടിയെടുത്തുകൊണ്ട് ഷേണായിക്ക് നേരെ മരക്കൊമ്പ് ആഞ്ഞു വീശി. അയാൾ അത് കൃത്യമായി പ്രതിരോധിച്ച് ഒറ്റക്കൈയാൽ പിടിച്ചു വെച്ച് എബിയുടെ വയറിലേക്ക് ആഞ്ഞ് ചവിട്ടി. എബി തെറിച്ചു വീഴുന്ന അതേ സമയത്ത് തന്നെ ഷേണായിയുടെ അടിയേറ്റ് പ്രണവ് അവനരികിലേക്ക് വീണിരുന്നു. തളർന്നിട്ടും വജ്ര എന്ന ഒറ്റപ്പേര് നെഞ്ചിൽ കിടന്ന് ആളിക്കത്തുന്ന ശക്തിയിൽ പരസ്പരം നോക്കി അവർ ചാടി എഴുന്നേറ്റു. മുന്നിൽ നിൽക്കുന്നവരുടെ ജീവൻ എടുക്കും മുമ്പേ തങ്ങളുടെ ജീവൻ പോയാൽ അത് തങ്ങളുടെ പ്രിയപ്പെട്ടവളെ പച്ചയോടെ കത്തിക്കുന്നതിന് തുല്യമാണെന്ന ബോധ്യമാണ് കയ്യിൽ അവശേഷിക്കുന്ന ഊർജം. എബിയുടെ മനസാന്നിധ്യം തിരിച്ചു വന്നു. രണ്ടും കൽപ്പിച്ച് ഷേണായിയുടെ ജനേന്ദ്രിയത്തിലേക്ക് ആഞ്ഞു ചവിട്ടി അയാളിൽ നിന്ന് മരക്കൊമ്പ് തട്ടിയെടുക്കുമ്പോൾ ആ നീക്കം പ്രതീക്ഷിക്കാതിരുന്നുകൊണ്ട് തന്നെ അയാൾ തെറിച്ചു വീണ് വീഴ്ച ഒരു 1.5 വീഴ്ചയായിരുന്നു. ആ നേരത്ത് വജ്രബോധത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. തലകുടഞ്ഞുകൊണ്ട് കണ്ണു തുറക്കുമ്പോൾ കഴിഞ്ഞു പോയതെല്ലാം ഞൊടിയിടയിൽ അവൾക്കുള്ളിലേക്ക് ആഞ്ഞടിച്ചു. ഞെട്ടി എഴുന്നേറ്റ് ചുറ്റും കണ്ണോടിക്കുമ്പോൾ കാണുന്ന അങ്ങപ്പുറത്തുള്ള യുദ്ധക്കളവും. ശരീരം വിറച്ചുപോയി. വലിയൊരു മരക്കുറ്റിയുമായി എബിക്ക് പിറകിൽ ഓടിയെടുക്കുന്ന കിഷോർ, ഷേണായി ആവിധം പ്രതിരോധിച്ച് നിൽക്കുന്ന എബിയെയും മറ്റുള്ളവരെയും തള്ളിച്ചതക്കുന്ന പ്രണവും. എബി! മറ്റൊന്നും ഓർക്കാതെ ഒരലർച്ചയോടെയാണ് അവൾ ഓടിയത്. ഷേണായിയുടെ കണ്ണുകളിൽ ആ കാഴ്ച പതിഞ്ഞു. എബിയിൽ നിന്ന് മുമ്പ് തെറിച്ചു വീണ പിസ്റ്റൾ കുറച്ചപ്പുറം വീണ് കിടക്കുന്നു. എബിയെ തള്ളി മാറ്റി ഓടിച്ചെന്ന ആ പിസ്റ്റൾ എടുക്കുന്ന നേരം സൈഡിലൂടെ ഓടി വരുന്ന വജ്രയെ കടക്കണിൽ അയാൾ കണ്ടതും അതേ നിമിഷം തന്നെ ഷേണായിയുടെ ചുണ്ടിൽ വന്യമായ ചിരി വിരിഞ്ഞു. പുറകിൽ നിന്ന് വന്ന കിഷോറിനെ കൃത്യമായി പ്രതിരോധിച്ച് ചവിട്ടി വീഴ്ത്തിയ എബിയും അനുയായികളെ പ്രഹരിക്കുന്നതിനിടയിൽ പ്രണവും വജ്ര ഓടി വരുന്ന അവർക്ക് നേരെ നീളുന്ന പ്രതികാരദാഹമേറിയ ആ നോട്ടവും കണ്ടു. വജ്രക്ക് നേരെ നീണ്ട പിസ്റ്റൾ ശബ്ദം പുറപ്പെടുവിക്കും മുന്നേ അലറി വിളിച്ചുകൊണ്ട് അവളെ തള്ളി മാറ്റി എബി കയറുന്ന നിമിഷം അവന്റെ തോളലിലൂടെ പിസ്റ്റളിന്റെ ആദ്യ നിറ പാഞ്ഞു കയറി. പ്രണവ് വജ്രയും തൊണ്ടവിട്ടുമാർ അലറി വിളിച്ചു. ഷേണായിയുടെ കണ്ണിൽ പകയെരിഞ്ഞു തുള്ളി. വന്യമായ ചിരിയോടെ വീണ്ടും വജ്രക്ക് നേരെ ആ പിസ്റ്റൾ നീണ്ടുവന്ന നിമിഷം പ്രണാവളെ സൈഡിലേക്ക് പിടിച്ചെള്ളിയതും രണ്ടാമത്തെ നിറയുതിർന്നതും അതേ സമയത്ത് വജ്ര 2 ചെവിയും പൊത്തിപ്പിടിച്ചുകൊണ്ടാണ് അലറിയത്. വയറിന് സൈഡിൽ ചോര ചീറ്റി തെറിച്ച് പ്രണവ് വീഴുമ്പോഴേക്കും വേച്ചു നിരുന്ന എബിയുടെ കൈകളുമായി അവൻ കൈകോർത്തിരുന്നു. ജീവനറ്റു പോകുമെന്നായിട്ടും വജ്രയ്ക്കുമ്പോൾ മതിൽ പോലെ അവർ നിന്നു. ഓടിപ്പോ! രണ്ടുപേരും ഒരേ സ്വരത്തിൽ കണ്ണീരൊൽപ്പിച്ച് പറഞ്ഞ നിമിഷം ഭ്രാന്തിയെ പോലെ അവൾ വാവിട്ട് കരഞ്ഞു. മോനെ! പുറകിൽ മാത്യൂസിന്റെ ശബ്ദവും വെടിയച്ചകൾക്ക് പിന്നാലെ ഷേണായുടെയും കിഷോറിനെയും മറ്റുള്ളവരുടെയും നിലവിളി വരുന്നു. കണ്ണടയാൻ തുടങ്ങി താഴേക്ക് വീഴുമ്പോൾ എബിയും പ്രണവും കേട്ടിരുന്നു. ബോധം മറയും മുമ്പ് ഇരുവരും പരസ്പരം നോക്കി കണ്ണീരൂടെ മൃദുവായെന്ന് ചിരിച്ചു. ആൾ സുരക്ഷിതമായിരിക്കുന്നു എന്ന തിരിച്ചറിവോടെ പൂർണ്ണമായും കണ്ണിലേക്ക് ഇരുട്ട് കയറി തുടങ്ങും മുമ്പ് അവരുടെ ചുണ്ടുകൾ ഒരുമയോടെ ഒന്നിച്ച് വിളിച്ചു. വജ്ര. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.